അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചാരവും പുകയുമായി മാറി എന്നുള്ളതാണ് സത്യം. ജെയിംസ് ക്യാമറൂണിന്റെ ഏറ്റവും പുതിയ അവതാർ ഫ്രാഞ്ചൈസി ഫയർ ആൻഡ് ആഷ് തിയേറ്ററിൽ പോയി കണ്ടു. ഐമാക്സ് 3Dയിലാണ് സിനിമ കണ്ടത്. ആ ഒരു വേൾഡും ആ ഒരു വിഷ്വലൊക്കെ നമുക്ക് ഇങ്ങനെ രസമായിട്ട് 3 മണിക്കൂർ കണ്ടിരിക്കാന്നല്ലാതെ സിനിമയിൽ കഥാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ അവതാർ 2 വേ ഓഫ് വാട്ടർ ആ സെക്കൻഡ് പാർട്ടിൽ എന്താണോ തിയേറ്ററിൽ കണ്ടത് സെയിം അതേ പാറ്റേൺ തന്നെയാണ് അവതാർ 3 ഫയർ ആൻഡ് ആഷിലും ജെയിംസ് ക്യാമറൂൺ ചെയ്തു വെച്ചിരിക്കുന്നത്. അവതാർ ഫസ്റ്റ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പൊ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇനിയുള്ള അവതാർ സിനിമകളൊക്കെ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ സെക്കൻഡും തേർഡും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും മടുത്തു, ബോറടിച്ചു ഈ അവതാർ സീരീസ് കണ്ട്. അപ്പൊ ഒരു പുതുമയില്ല ഈ സിനിമക്ക്. അതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ കണ്ട് മടുത്ത കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സീക്വൻസോ ഒരു ഗൂസ് ബം മൂവ്മെന്റ്സ് തരുന്ന ഒരു സീനോ ഒന്നും ഉണ്ടായില്ല. 3 മണിക്കൂർ അടുത്തുണ്ട് ഈ സിനിമ. അപ്പൊ കുറെ ഇടങ്ങളിലൊക്കെ ഭയങ്കര ലാഗായിരുന്നു, ഭയങ്കര ബോറടിക്കായിരുന്നു ഈ സിനിമ കണ്ടിട്ട്. അപ്പൊ അവതാർ 2 രണ്ടാമത് നമ്മൾ തിയേറ്ററിൽ പോയി 3D ഐമാക്സിൽ കാണുന്ന ഒരു ഫീൽ തന്നെയാണ് അവതാർ 3 കാണുമ്പോഴും നമുക്ക് തോന്നുന്നത്. കാഴ്ചകളൊക്കെ കൊള്ളാം, കണ്ടിരിക്കാം, പക്ഷെ ഒരു നിറം മങ്ങിയ കാഴ്ച ആയി പോയി എന്നാണ് ജെയിംസ് ക്യാമറൂണിനോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ഇനി അടുത്ത പാർട്ടുകളൊക്കെ ഉണ്ടാക്കി വെറുതെ സമയം കളയാതെ വേറെ ഏതെങ്കിലും ഒരു സിനിമ, നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ജെയിംസ് ക്യാമറൂണിന് ഇനി ചെയ്യാനുള്ളത്. ഈ സിനിമ മടുത്തു, നമുക്ക് മടുത്തു തുടങ്ങി. പുതുമയില്ലാതെ ഇത് ഇങ്ങനെ ഈ സീരീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ സിനിമയിലായാലും ഇവർ എൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർ എൻഡിങ് അല്ല. പിന്നെ അടുത്ത പാർട്ടിലേക്കുള്ള സംഭവങ്ങളൊക്കെ വരും എന്നുള്ളത് ഈ എൻഡിങ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇനി ഇതും ഒരു 4 5 6 പാർട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ എന്തായാലും ഈ സിനിമയിൽ ആകെയുള്ള ഒരു പുതുമ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ക്ലാനിനെ കാണിക്കുന്നുണ്ട്, പുതിയൊരു ട്രൈബിനെ കാണിക്കുന്നുണ്ട്. ഒരു ആഷ് പീപ്പിൾ എന്നാണ് അവർ പറയുന്നത്. അവര് കുറച്ച് തീയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റില് ജംഗിൾ ടീംസിനെ കണ്ടു, സെക്കൻഡില് വാട്ടർ ടീംസിനെ കണ്ടു, അപ്പൊ തേർഡില് അവര് കുറച്ച് ആഷ് പീപ്പിൾസിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചാരവും പുകയുമായി മാറി എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.